ഒരു ഇൻഗ്രീഡിയന്റ് അതിൽ അസാധാരണ. അതെ, എന്റെ അല്ല, മക്കളുടെ സ്വന്തം. ഈ ആഡ് ചെയ്യണ സംഗതിയാണ് അസാധാരണം. പോരെ കാണിക്കാൻ നമുക്ക്. അതിങ്ങനെ എല്ലാവർക്കും ഉള്ള പ്രശ്നമായിരിക്കും. ഇതിന്റെ കാല് വയ്യാതിരുന്നോണ്ട് ഇതിന്റെ ചോട്ടിലൊക്കെ പുല്ലായത്. എന്റെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ബൊഗൈൻവില്ല മേടിച്ച വീഡിയോ. അത് കഴിഞ്ഞ് അന്നേരം ഇഷ്ടംപോലെ പൂവുണ്ടായ പല വീഡിയോയും എടുത്തു വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനോടകം. പിന്നെ മഴക്കാലമായപ്പോൾ പൂ ഉണ്ടാവൂലല്ലോ ഇതിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പം സെപ്റ്റംബർ മാസമായപ്പോൾ വീണ്ടും ഇടയ്ക്ക് വെയിൽ തെളിയണത് കൊണ്ടായിരിക്കും പൂ ഉണ്ടായി തുടങ്ങി. ഇത് സാധാരണ വെളുത്തത്. ഇത് വെയിലടിക്കുന്നോണ്ട് ഞാൻ വെയിലത്തേക്ക് വെച്ചിട്ടില്ല കേട്ടോ. ഇതല്ലേ പൂ ഉണ്ടാവണില്ല എന്ന് പറഞ്ഞ അമ്മ ബഹളം വെച്ചോണ്ട് ഇത് നിറച്ച് പൂവായിട്ട് മേടിച്ചു. പിന്നെ എന്ത് ചെയ്താ പൂ ഉണ്ടാവൂലായിരുന്നു, വെയില് എന്ത് ചെയ്താ പൂ ഉണ്ടാവൂലായിരുന്നു. പിന്നെ പല പ്രാവശ്യം കൊമ്പ് വെട്ടി കഴിഞ്ഞപ്പോ പൂവായി. അതെ, ഞാൻ മുറ്റത്തിരിക്കണതും പറയാം. ബോഗൻവില്ലയുടെ സീസൺ ഇതന്നെ മുറ്റത്ത് വെച്ച വെയിൽ കൊള്ളാൻ. ഇത് സാധാരണ പിങ്ക്, ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഇതിലും അടുത്ത ആഴ്ചത്തേക്ക് ആവൂ ഇതൊക്കെ. ഇത് വെയിൽ കൊള്ളിക്കാനാ. ഇത് കട്ടവെള്ള ഹൈബ്രിഡ്. അത് ഹൈബ്രിഡ് അല്ല, നാടനല്ലേ ഹൈബ്രിഡ്. മറ്റേ അതാ ഹൈബ്രിഡ് ഇല്ലേ. പിന്നെ ഇത് ഇവനും വേറൊരു ടൈപ്പാ, ലൈറ്റ് വയലറ്റ്. ഉണ്ടാവണ്ട ഇഷ്ടം പോലെ. അതെ അതെ, കാണിക്കാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ വെച്ചത്. വെയിൽ കൊള്ളുകയും ചെയ്യണം. ഇന്ന് വ്യത്യസ്തമായ ഒരു ഓംലെറ്റ് തയ്യാറാക്കാൻ പോവാം. അത് കഴിഞ്ഞ് വ്യത്യസ്തമായ ഒരു ബ്രെഡും തയ്യാറാക്കി ബ്രെഡ് ഓൾറെഡി തയ്യാറാക്കി. ഐറ്റം. അതെ അതെ അതെ. ഇന്ന് വൈറ്റാ മുട്ട, നാടൻ മുട്ടയല്ല കേട്ടോ. അപ്പൊ അത് പൊട്ടിച്ച് കപ്പിലേക്ക് ഒഴിക്കാം. അത് പ്രത്യേകിച്ച് പറയാനില്ല, എന്നാലും ഒരു ഇൻഗ്രീഡിയന്റ് അതില് അസാധാരണ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തമായ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കേട്ടോ. ചെറിയ തവ പോരെ. മതി മതി മതി. തന്നെ ഇത് വളരെ സിമ്പിൾ സാധനമാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചില്ലി ഫ്ലേക്സ് പോലെ. ചില്ലി ഫ്ലേക്സ് മതി. ഇനിയിപ്പോ ചില്ലി ഫ്ലേക്സ് വെച്ച് വേറൊരു മുട്ട ഓംലെറ്റ് തയ്യാറാക്കാനുണ്ട്. ഇത് നാടൻ മുട്ട മേടിച്ചെടുത്ത ആഴ്ച ചെയ്യാം കേട്ടോ. അത് ഒത്തിരി വീഡിയോസിൽ പലരുടെയും കണ്ടതാ ഞാൻ. എന്റെ റെസിപ്പി അല്ല കേട്ടോ. ഇത് കണ്ടതൊന്നും അല്ല, ഇത് നമ്മുടെ സ്വന്തം. ഇത് എന്റെ സ്വന്തം. അതെ, എന്റെ അല്ല, മക്കളുടെ സ്വന്തം. കണ്ടല്ലോ. എഗ് ബീറ്റർ കൊണ്ട് വേണ്ടല്ലോ. വേണ്ട, അത്ര ആവശ്യമില്ല അല്ലേ. ഒരു മുട്ടയില്ലേ ഉള്ളതാ. ഉപ്പിട്ടിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഈ ആഡ് ചെയ്യണ സംഗതിയാണ് അസാധാരണം. പോരെ കാണിക്കാൻ നമുക്ക്. തയ്യാറാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം തോരൻ. നല്ല മണം. നമ്മുടെ പറമ്പിലുണ്ടായ, പറമ്പിന്ന് പറിക്കാൻ സമയത്ത് മകളില്ലാതെ പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പറമ്പിന്ന് പറിച്ചെടുത്ത മഷ്റൂം. ആ കൂണ ഞാൻ തോരനാക്കി വെച്ചതാ കറിക്ക് വേണ്ടി. അപ്പൊ അതിൽ നിന്ന് ഒരു സ്വല്പം എടുത്തേച്ച് മുട്ടയിലേക്ക് ആഡ് ചെയ്യണം. കാണിച്ചു തരാം. പച്ച മുട്ടയിലേക്ക് കൂണ് ചേർക്കണം. വേവിച്ച് വെച്ചിരിക്കുന്ന കൂണാട്ടോ. ചിലപ്പോ ഇത് മതിയാവും. ഒത്തിരി മുട്ടയുടെ ടേസ്റ്റ് നോക്കണ്ട. എന്നാ അതെ അതെ അതെ. ഇതുപോലെ മഷ്റൂം അപ്പൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അല്ല, ബാക്കി ഉച്ചക്ക് കറി അതിലേക്ക് മാറ്റി വെച്ചേക്കാറ്. അല്ലെങ്കിൽ ഇത് മഷ്റൂം തന്നെ ഇതിന്റെ കുത്തൽ നമുക്ക് തവയിലേക്ക് ചൂടാക്കി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ഒഴിക്കാം. ഇതിന് നെയ്യ് ഒഴിക്കണ്ട, വെളിച്ചെണ്ണ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ബ്രെഡ് തയ്യാറാക്കുമ്പോൾ അതിൽ ചിലപ്പോൾ നെയ്യായിരിക്കുമല്ലോ. ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് ഒഴിക്കുവാണേ. കുറച്ച് മതി കേട്ടോ. മതി മതി. അല്ല, വിട്ടുപോലും ഇച്ചിരി ടേസ്റ്റും വേണം. പിന്നെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടണം മുട്ടയ്ക്ക്, അല്ലെങ്കിൽ രുചിയിലേക്കുള്ളത്. ചൂടാവട്ടെ കേട്ടോ. കിടലൻ സാധനം മഷ്റൂം ഓംലെറ്റ്. ഇതിപ്പോ കറി വെക്കാത്ത മഷ്റൂം ആണെങ്കിൽ ഞാൻ നെയ്യില് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റും, എന്നിട്ട് ആഡ് ചെയ്യും. മേടിച്ച മഷ്റൂം പണ്ട് ചെയ്തപ്പോ അങ്ങനെയല്ലേ, നല്ലൊരു മേടിച്ചതും കൊണ്ടാണ് ചെയ്തത്. ഇത് പക്ഷെ അതിലും ടേസ്റ്റി ആയിരിക്കും, പറമ്പിൽ നിന്ന് പറിച്ച മഷ്റൂം ആയതുകൊണ്ട്. മഷ്റൂമിന് കിടന്ന വേപ്പില കേട്ടോ. അതില്ല കൂണുതോരൻ ഉണ്ടാക്കിയപ്പോ ഞാൻ വേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ വേറെ സെപ്പറേറ്റ് വേപ്പില ഇച്ചിരി വേണമെങ്കിൽ ഇടാം. വേണ്ട വേണ്ട വേണ്ട, വേപ്പില വേണ്ട. അല്ലേ, ഒരു പ്ലേറ്റും എടുത്ത് വെക്കാം അല്ലേ. എടുത്തിട്ടപ്പോഴേക്കും ഞാൻ വന്നപ്പോഴേക്കും അല്ല, വീഡിയോ അത് നീ എന്തോ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. കാരണം ഞാനൊരു ഇതും കണ്ടാ മറിച്ചത്. ഇത് വേണം മറിക്കാൻ. ഇത് വേണം. വലിയ തവയാകുമ്പോ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാലേ, അതിങ്ങനെ എല്ലാവർക്കും ഉള്ള പ്രശ്നമായിരിക്കും, കൂടുതൽ പരന്നു പോകും. അപ്പൊ അതൊരു ഷേപ്പ് ഉണ്ടാവൂല. ഇതാകുമ്പോ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ എടുക്കുമ്പോ ഇച്ചിരി എഡ്ജ് ഒന്ന് സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. എഡ്ജ് സൂക്ഷിച്ചില്ലെങ്കിൽ മുറിഞ്ഞു പോരും. ഇതിപ്പോ കുഴപ്പമില്ലാതെ പോകുന്നു ഇതുകൊണ്ടായതുകൊണ്ട്. ഓക്കെ,
നമ്മുടെ മഷ്റൂം ഓംലെറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അതൊന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഗീ ഗാർലിക് ബ്രെഡ് ആണ്. എന്റെ പൊന്നെ, അതെന്നതാണ് എനിക്ക് അറിയാൻ പോലും മേല. ഇരിക്കുന്ന ഗീ, ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി ഗീ എടുത്തിട്ടോ ഇതിലേക്ക്, ആ പാത്രത്തിലേക്ക് പറഞ്ഞോട്ടോ. പറയാം, ഇതിലെ ഗീ ടച്ച് എന്താ ചെയ്യണ്ടേന്നൊന്ന് ബ്രെഡ് ഇതിനകത്ത് ഇങ്ങനെ തിരിച്ചും മറിച്ചും മുക്കിയെടുക്കണം. ഈ പ്ലേറ്റ് മതിയോ? ആ മതി മതി. ഗീയും ഇടണം, ഗാർലിക്കും ഇടണം, ഗാർലിക് പേസ്റ്റ് അതിടാം. അത്രയും വേണ്ട, അതിന്റെ പകുതി എടുത്താൽ മതി. ഇച്ചിരി കൂടി അത് മതി. അത് മതി, കൂടുതലാന്ന് തോന്നുന്നു. ബ്രെഡിൽ പെരട്ടണ്ടേത് കൂടുതലാന്ന് തോന്നുന്നു. ഇച്ചിരി കൂടി എടുത്തോ, ഇത്രയും വേണ്ട. ആദ്യം ഒരു പീസല്ലേ ഇടുന്നേ, അത് മതി. പിന്നെ ഗാർലിക് പേസ്റ്റ് കുഞ്ഞു സ്പൂൺ ഇതിലേക്കല്ലേ. ഉള്ളിയെല്ലാം വേണം? വേണ്ട. ഇഞ്ചി വേണ്ട അല്ലേ? ഇത് ഇച്ചിരി വേണമായിരിക്കും. അത്ര മതി, അത്ര മതി. മതി മതി. ഇനി മിക്സിങ്ങാ. എന്നിട്ട് മറ്റേ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കണ പോലെ ഈ ഇത് മുക്കി മുക്കി എടുക്കില്ലേ ബ്രെഡ്, അതുപോലെ ഇതിനകത്ത് മുക്കി മുക്കി എടുക്കണം. മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്തോ. അങ്ങനെ തന്നെ. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഗാർലിക്കിന്റെ. ഉള്ളിയുടെ നല്ല ഇഞ്ചി പേസ്റ്റ്, ഉള്ളി പേസ്റ്റും അല്ലേ. ബട്ടറാ ശരിക്കും നല്ലത്. പിന്നെ ഗീ ഇവിടെ ഇരിക്കണ കാരണം ഗീ എടുക്കാന്ന് ഞാൻ കട്ടയായിട്ട് ഇരിക്കും. അത് ഇതാക്കണം, വെള്ളം പോലെ ആക്കണം. വെള്ളമല്ല, ഓയില് പോലെ ആക്കണം. ഇതാണെങ്കിലും തണുപ്പുകൊണ്ട് ഉറച്ചാ. ശരിയാ, ഞാനും ഓർത്താന്താ അങ്ങനെ ഇരിക്കുന്നത്. ചൂടാകുമ്പോഴത്തേക്ക് ഉരുകി വരും സ്വയം പുറത്തിരുന്നു. നീ ഇത് മുക്കി പൊക്കി എടുത്തോ. ഒരു മിനിറ്റ്, ഇങ്ങനെയല്ലേ? കൊച്ചുമോൾക്കുരുവള് പറയും പോലെ വള കയറ്റിയിട്ട. ഇങ്ങനെ അങ്ങ് മുക്കിപ്പെടുത്തി രണ്ടും കൂടെ ഒന്നിച്ച് വെക്കാം. അല്ല, വലിയ പന വെച്ചേക്കണം. ബട്ടർ ഗാർലല്ലേ, ഗീ ഗാർലിക് ബ്രെഡ്. ചീസും കൂടെ വെച്ചാൽ നല്ലതാ, പക്ഷെ വേണ്ട വേണ്ട. എല്ലാം കൂടെ. പിന്നെ ഓംലെറ്റും ഉണ്ടല്ലോ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഇല്ലേ. അപ്പുറത്തെ ഇച്ചിരി അപ്പുറത്തെ വശം അവിടെ ഇച്ചിരി കൂടി ആവാനുള്ളത്. അതിങ്ങനെ കട്ടയായിട്ടിരിക്കും. സാധാരണ ഇത് പുറത്തിരിക്കുമ്പോ ഓയിലി പോലെ ഇരിക്കും. തണുപ്പത്തെ ഓയിലി ആവൂലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഉച്ചയാകുമ്പോ ഓയിലി ആവും. ഓക്കെ, വെക്കട്ടെ. ഉരുകി ചേർന്നോളൂ. സ്പൂൺ അവിടെ ഇരുന്നു, സ്പൂണിലുണ്ട്. മുരിച്ചു വന്നായിരിക്കും. പേപ്പർ റോസ്റ്റ് പോലെ ക്രിസ്പി ആക്കി എടുക്കണം. കിരികിരു ഉഴുന്നോടെ കിരികിരു. അതെ, ഇനി എടുക്കട്ടെ. അമ്മ ഇപ്പൊ പഠിച്ചു എന്റെ കിരികിരു. എനിക്ക് കിരികിരു എല്ലാത്തിനും ഇഷ്ടവുമല്ല. പരിപ്പോടൊക്കെ ഇഷ്ടാട്ടോ. അതെന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് വേറെയല്ലേ, നിങ്ങളുടെ രീതിയിലുള്ള ഇതല്ലല്ലോ. അങ്ങനെ നമ്മുടെ ബട്ടർ ഗാർലിക് ബ്രെഡും മഷ്റൂം ഓംലെറ്റും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാൻ പോവാട്ടോ. സോസ് ഇതിലെ ഒഴിക്കണ്ടേ? മഷ്റൂം ഓംലെറ്റ് അതിലിച്ചിരി സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. മനസ്സിലായി. ഞാനാണെങ്കിലേ കോരി അങ്ങ് ഒഴിക്കും. 1 കുപ്പി ടൊമാറ്റോ. അത്ര എടുക്കരുത്. അതല്ല എന്റെ വീക്ക്നെസ്സേ. ഞാൻ പ്രതീക്ഷിച്ച് പറഞ്ഞപ്പോഴേക്കും അത് അത്രയും പെട്ടെന്ന് വീഴുമെന്ന് ഓർത്തില്ല. ഫോർക്ക് വെച്ച് അങ്ങ് സ്പ്രെഡ് ചെയ്തോ, പിന്നെ അത് വെച്ച് കഴിക്കാലോ. അങ്ങനെ തന്നെ. ഓക്കെ, ഇച്ചിരി പെപ്പർ പൗഡർ, ഹോം മെയ്ഡ് പോരെ? അത് മതി. അടിപൊളി. നീ കഴിച്ചു പോരാ കേട്ടോ. വീട്ടിലിരിക്കുന്ന അവധി ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും സൺഡേ മോർണിംഗ്സൊക്കെയാണ് ഇതിന് സമയം കിട്ടാറുള്ളൂ. ഇതുപോലുള്ള വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ട്രൈ ചെയ്യാനേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടും പുതുമയുള്ള ഒരു ഡിഷ് തന്നെയായിരുന്നു. ഗീ ഗാർലിക് ബ്രെഡ് ആൻഡ് യമ്മി മഷ്റൂം ഓംലെറ്റ്. മഷ്റൂം നമ്മുടെ വീട്ടിലുണ്ടായതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു രണ്ടിനും. ഒന്നും പറയാൻ പറ്റില്ല, നിർവചിക്കാനാവാത്ത രുചി എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ബ്രെഡ് വെറുതെ മുരിച്ചാലും ടേസ്റ്റിയാണ്. അപ്പോൾ ഗീയും ഗാർലിക്കും കൂടെ ചേർത്ത് മുരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല.
നല്ല രുചിയാ. മഷ്റൂം ഓംലെറ്റ് വേണോ? ഇച്ചിരി കഴിച്ചോ. അമ്മയ്ക്കല്ല അപ്പയ്ക്കാ കൊടുത്ത. എങ്ങനെയുണ്ട്? സോസ് കൂടിപ്പോയി. സോസ് ഇച്ചിരി കൂടിപ്പോയി. അമ്മ എപ്പോഴും സോസ് കണ്ടമാനം ഒഴിക്കും. പക്ഷെ നല്ല രുചിയാട്ടോ. ഗീ ഗാർലിക് ബ്രെഡ് ഈസ് ഓൾവേസ് സൂപ്പറാ. അടിപൊളി ടേസ്റ്റാ. ഈ ബട്ടർ ടോസ്റ്റൊക്കെ അല്ല, ബ്രെഡ് ടോസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കുണ്ടല്ലോ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും. നല്ല നമ്മൾ കോൺ സ്റ്റോപ്പ് ഈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞേ, അതുപോലെ അപ്പ അടുത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡ് ഐറ്റംസ് എന്നെ പോലെ തന്നെ അപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അപ്പയ്ക്കും നമ്മുടെ ഗാർലിക് ടോസ്റ്റ് കൊടുക്കുമായിരുന്നു. വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ.